പത്തനാപുരത്ത് പാറപ്പുറത്ത് 10 പച്ചത്തത്തെ ചത്തുകുത്തിയിരുന്ന എസ് കെ ഗണേഷ് കുമാർ പിന്നിൽ. പത്തനാപുരത്തെ കോട്ട ഇളകി പോയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതെന്നാ അവന്റെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടുതലുണ്ടാക്കി തരും. വലിയ മാർജിനിൽ ആണ് ഇപ്പോൾ പത്തനാപുരത്ത് KP ഗണേഷ് കുമാറിന്റെ തോൽവി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. ആ പാവങ്ങളാണ്, ഞാൻ ജയിക്കും. വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് വാങ്ങാൻ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. വലിയ മാർജിനിൽ ആണ് ഇപ്പോൾ പത്തനാപുരത്ത് KP ഗണേഷ് കുമാറിന്റെ തോൽവി എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും അത് ആസ്വദിക്കുന്നില്ലേ? മനസ്സിലാകുന്നില്ല. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? അയാളുടെ സൗകര്യമില്ലയോ? അയാളുടെ സൗകര്യമില്ലയോ? യാതൊരു ബന്ധവും ഇല്ലേ? ഉറപ്പിച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോഴേ അവന്റെ MLA സ്ഥാനം രാജിവെക്കണം, അവൻ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താകണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ആറാടിയത് എന്നാത്തിന്? പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഇപ്പൊ പത്തനാപുരത്തെ നാട്ടുകാരോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അണ്ണന്റെ സ്നേഹത്തെക്കുറിച്ച്. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അതിൽ ആറാടിയ 5000-ഓളം വരുന്ന യാത്രക്കാരികളോട് ചോദിച്ചാലും സ്നേഹത്തിന്റെ തീവ്രതയെ പറ്റി അറിയാൻ സാധിക്കുമല്ലോ അല്ലേ? ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടുന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും, എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി. അണ്ണൻ ഓടിച്ചാൽ മതി, അണ്ണനല്ലേ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട്. ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ആ പ്രണയതാരം കൊഴിഞ്ഞു വീഴുന്നു. പത്തനാപുരത്തെ കോട്ട ഇളകി പോയിരിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ കോൺഫിഡൻസ്. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.